നമസ്കാരം. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടത്. ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസന്ത് മൃഗീയമായി കൊല്ലപ്പെട്ടു. MBBS വിദ്യാർത്ഥിനിയാണ്. മൃഗീയമായി MBBS വിദ്യാർത്ഥിനി ഉസ്ബെക്കിസ്ഥാനിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോയ വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ ശരീരം മുഴുവനും തകർന്ന്, തല തകർന്ന്, നെഞ്ചത്തെ എല്ലുകൾ പൊട്ടി, നിരവധി കടികളേറ്റ് ശരീരത്തിൻ്റെ പല ഭാഗവും നുറുങ്ങി, കയ്യും കാലും ഒടിഞ്ഞ്, പല ഭാഗത്തും വലിയ മർദ്ദനമേറ്റ് ക്രൂരമായി മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നു. ഹാഷ്ടാഗില്ല, മെഴുകുതിരി കത്തിക്കുന്നില്ല, ഒരൊച്ചപ്പാടും ബഹളവുമില്ല, ആർക്കും ഒന്നും പറയാനുമില്ല, ഒപ്പുശേഖരണവുമില്ല. നമ്മളൊക്കെ ഓർമ്മയുണ്ടല്ലോ, കാശ്മീരിലൊരു പെൺകുട്ടി മരിച്ചപ്പോൾ എന്തായിരുന്നു ബഹളം. മതേതര ചാനലുകൾക്ക് 24 മണിക്കൂറും അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം ദുരൂഹ സാഹചര്യത്തിൽ മൃഗീയമായി ആര് വധിക്കപ്പെട്ടാലും, ആര് പീഡനമേറ്റാലും എല്ലാവരും ശക്തമായി രംഗത്ത് വരണം. പക്ഷെ ചില ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദു പെൺകുട്ടികൾ, പീഡനമേറ്റാലും, മരിച്ചാലും, കൊലപ്പെട്ടാലും, കൊന്നുകളഞ്ഞാലും, മൃഗീയമായി പീഡിപ്പിച്ചാലും ആരും ഒന്നും മിണ്ടാൻ പാടില്ല. കാരണം മിണ്ടി കഴിഞ്ഞാൽ മിണ്ടിയവർ വർഗീയവാദിയാവും, സത്യം പറയുന്നവൻ വർഗീയവാദിയാവുക. ഈ സാവരിയ ബസന്ത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ MBBS പഠനം പൂർത്തിയാക്കി ആ കുട്ടിയെ ഡോക്ടറാക്കാനുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞയച്ചത്. ഏത് കോളേജാണെന്ന് ആലോചിക്കണം കേട്ടോ. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കോളേജിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്തി ഈ കോളേജിൻ്റെ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് മറ്റാരുമല്ല. ഞാനൊരു പത്രത്തിൽ വായിച്ച അറിവ് ഈ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്. ആ പത്രത്തിൽ വെച്ച അറിവ് നോക്കുമ്പോൾ കേരളത്തിലെ ഏക മതേതര പാർട്ടിയാണല്ലോ, മതം 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 മാത്രം മുഖമുദ്രയായി 10 വർഷം നഷ്ടപ്പെട്ടു പോയത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അതാണ് നമുക്ക് വളരെ ഗൗരവമായി പറയേണ്ട. ഉസ്ബെക്കിസ്ഥാനിലെ ഇബ്നു സീന ബുക്കാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ പ്രധാന ഏജൻസി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ, ചെയർമാനായ കോട്ടക്കൽ ILM എന്ന സംഘടനയാണ്. ഇപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പെൺകുട്ടികൾ, ഹിന്ദു പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും പ്രത്യേക പരിഗണനയാണ് ഏജൻസിയും കോളേജും നൽകുന്നത്. ആൺകുട്ടികൾ മുസ്ലിം കുട്ടികൾക്കാണ്. ആൺകുട്ടികൾ ഹിന്ദു ക്രിസ്ത്യൻ ആൺകുട്ടികൾക്കല്ല. എന്നിട്ട് രസകരമായ കാര്യം, ഇവർ രണ്ടുപേരും ഒരു ഹോസ്റ്റലിൽ, ഒരു മുറിയിലാണ്, പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരു ഹോസ്റ്റലിൽ. എന്തൊരു കഷ്ടമാണ്. വളരെ ബോധപൂർവമല്ലേ. MBBS പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ താമസിക്കുന്നത്, ആൺകുട്ടികളും താമസിക്കുന്നത് ഒരു ഹോസ്റ്റലിൽ, ഒരു മുറിയിൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ. ഈ സാവരിയ ബസന്തിനെ കൊന്നത് എന്തിന്? കിട്ടിയ വിവരമനുസരിച്ച്, മാതാപിതാക്കളിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് മതം മാറ്റാനുള്ള നിർബന്ധമായ ശ്രമത്തെ ആ കുട്ടി എതിർത്തു. മതം മാറ്റമാണ് ലക്ഷ്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതൊന്നും വിളിച്ചു പറയാൻ പാടില്ല. ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ബീഗോപാലകൃഷ്ണൻ വലിയ വർഗീയവാദിയാവും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്ത്യൻ ചരിത്രം ആരംഭിക്കുന്നത് അലക്സാണ്ടറുടെ വരവോടെയാണ്. അലക്സാണ്ടറിന് ശേഷം
ധാരാളം ആളുകൾ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. ഹൂണൻ, പഹോലൻ, കുറേ ആൾക്കാർ. പക്ഷെ 8-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസനി, മുഹമ്മദ് ഗോറിയുമാണ് വാളിൻ്റെ പിന്നിൽ ഖുറാനുമായി വന്ന് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും ഇന്ത്യയിലെ ഗുരുദ്വാരകളും ഇന്ത്യയിലെ ഹിന്ദുക്കളെയും എല്ലാം കൊന്നത്. അവിടെ നിങ്ങൾ തുടങ്ങിയോ? അലാവുദ്ദീൻ ഖിൽജി ആയാലും ഇൽതുത്മിഷ് ആയാലും ഗോറിയും ഗസനിയുടെയും പാരമ്പര്യം തുടർന്ന് ബാബർ വന്ന്, ബാബറിൽ നിന്ന് ഔറംഗസീബ് എത്തുമ്പോഴെല്ലാം ഇത് തുടരുകയാണ്, നിർബാധം തുടരുകയാണ്. ഇവരുടെ ഒക്കെ ലക്ഷ്യം ഒന്നാണ്, മതപരിവർത്തനം. ഇപ്പം വാസ്തവത്തിൽ ഈ മതപരിവർത്തനത്തിന് വിധേയമാവാതിരുന്ന ഈ സാവരിയ വസന്ത് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഈ കൊലപാതകത്തിൽ ലജ്ജിക്കണ്ടേ? അന്വേഷണം നടത്തണ്ടേ? ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേരളത്തിലെ പോലീസിന് കേസെടുക്കാൻ ഇപ്പോഴും താല്പര്യമില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ ഒരു ഭാഗത്ത്, ഒരു കയ്യിൽ, ഒരു തോളിൽ, മറു തോളിൽ SDP ആയിട്ട് നടക്കുന്ന VD സതീശന് അതിൽ താല്പര്യം ഉണ്ടാവില്ല. പിണറായി വിജയന് പിന്നെ ഒട്ടും താല്പര്യമില്ല. ഈ കാര്യത്തെപ്പറ്റി ആകെ സംസാരിക്കുന്ന BJP-കാരാണ്. പക്ഷെ BJP-കാർ പറഞ്ഞാൽ ഭയങ്കര വർഗീയതയാവും ചെയ്യും. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സാവരിയ വസന്തനെ പോലെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പഠിപ്പിക്കാൻ പെടുന്ന അച്ഛനമ്മമാരറിയണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എത്ര പ്രാവശ്യം എത്ര ആളുകൾ പറഞ്ഞതാണ്, എന്നിട്ടും ഇവർക്കൊന്നും ഇത് മനസ്സിലാവാത്തതാണ് സങ്കടം. കേരളത്തിലെ ഏതെങ്കിലും കുട്ടികൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തിരിച്ചു വിളിക്കുക. വളരെ ഗൗരവമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് റഷീദ് തങ്ങൾ മറുപടി പറയണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂവുമായിട്ട്, ഈ സ്ഥാപനവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾ ചെയർമാനാണ്, നിങ്ങൾ അപലപിക്കണ്ടേ? ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് റഷീദ് തങ്ങൾ അപലപിച്ചിട്ട് പോലുമില്ല ഇതുവരെ. ഇത് ശരിയല്ല. ഇതിനെതിരായിട്ട് രൂക്ഷമായ, അതിശക്തമായ ഒരു പടയണി ഉണ്ടാവണം, ഉണ്ടായേ തീരൂ. ഈ നാട്ടിലെ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കുള്ളിൽ, ഈവൻ മുസ്ലിം സഹോദരങ്ങൾക്കുള്ളിൽ ഇത്തരം വികൃതമായ, ഇത്തരം പൈശാചികമായ മതപരിവർത്തനത്തിനെതിരെ, മതപരമായ പീഡനത്തിനെതിരെ, കൊലപാതകത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ എല്ലാവരും തയ്യാറാവണം. VD സതീശൻ തയ്യാറാവില്ല, പിണറായി തയ്യാറാവില്ല, അവരുടെ പോലീസ് തയ്യാറാവില്ല. പക്ഷെ മനുഷ്യ മനസാക്ഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവണം. നമസ്കാരം.